ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 3D ഒറിഗാമി സിലിണ്ടറിക്കൽ ഫ്ലവർ വൈസാണ്. അത് പൈപ്പ് പോലുള്ള ഒരു ഫ്ലവർ വൈസാണ്. അതിൻ്റെ പൂക്കൾ നമ്മൾ അപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഗൈസ്, നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഒറിഗാമി പീസ് ഉണ്ടാക്കണം. അപ്പോൾ ഒറിഗാമി പീസ് ഉണ്ടാക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പോയി കണ്ടിട്ട് ഒറിഗാമി പീസ് 640 നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഫ്ലവർ വൈസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിന് ഒരു റൗണ്ട് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കുത്തുന്നത്. സാധാ ഒറിഗാമി പോലെയല്ല, നമ്മൾ ഇടയിൽ വെച്ച് രണ്ടെണ്ണമൊക്കെ രണ്ടെണ്ണം ഇങ്ങോട്ട് തിരിച്ചാണ്, രണ്ടെണ്ണം നേരെ ഓപ്പോസിറ്റ് തിരിച്ച് അങ്ങനെയാണ് കുത്തി വരുന്നത്. ഫസ്റ്റ് ഇത്രയും നമ്മൾ പിന്നീട് മാറ്റുന്നതായിരിക്കും. ഇതേപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കുത്തുക. ഗൈസ്, നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. റൗണ്ട് കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. രണ്ടെണ്ണം അങ്ങനെ, രണ്ടെണ്ണം ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഒറിഗാമി പീസ് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും വീഡിയോ ലിങ്ക്. അതിനുശേഷം നമ്മൾ 2-3 വരി ഇതേപോലെ തന്നെ കുത്തി പോവുക. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് അതെങ്ങനെ കുത്തി പോകുന്നതെന്ന്. നമുക്ക് ഈ ഇടയിൽ വെച്ചിട്ടൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് അത് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതെന്ന്. നമ്മൾ കുത്തുന്നത് ഒരു സൈഡിലോട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകുമ്പോഴേ അതിൻ്റെ ഒരു ആ ഷേപ്പ് കിട്ടത്തുള്ളൂ. നമ്മുടെ സ്പ്രിങ് ഇങ്ങനെ വളഞ്ഞിങ്ങനെ കറങ്ങി പോകുന്ന പോലെയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടിയിലുള്ള മാറ്റമാണ്. അവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കുത്തിയ 2 വരിയുണ്ട്. അത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കുത്തിയ വരി അതിന് ഒരെണ്ണം മാറ്റിയിട്ട് അത് നേരെ ഓപ്പോസിറ്റായിട്ട് കുത്തുക. കാരണം എന്താ വെച്ചാൽ അടിയിലുള്ള നമ്മൾ ഒരു വരി അങ്ങനെ തന്നെ സാധാ പോലെയാണ് കുത്തിയിരിക്കുന്നത്. അപ്പോൾ സാധാ പോലെ മാറ്റി നമ്മൾ ഓരോന്ന് വെച്ച് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുത്തുന്ന സ്റ്റൈൽ നിങ്ങളത് നോക്കിയാൽ മതി, മനസ്സിലാവും. അതേപോലെ 2 വിട്ടിട്ട് പിന്നെ വന്ന് കുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് പാറ്റേൺ ഫോളോ ചെയ്ത് വരണം. ഒരു സൈഡിലോട്ട് ഇങ്ങനെ പോകുന്ന പോലെയാണ് നമ്മൾ പാറ്റേൺ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കുത്തിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കത് ഫുള്ളും കുത്തി നമ്മൾ കുറച്ച് പേര് കുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മളെങ്ങനെ കുത്തി പോകുന്നതെന്ന്. നമ്മൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ പോകുന്ന കേട്ടോ, ഇങ്ങനെ ഒരു സൈഡിലോട്ട് നമ്മളങ്ങനെ ചരിച്ച് കൊണ്ടുപോവുകയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. സൈഡിലോട്ട് ഇങ്ങനെ ചരിച്ച് നമ്മൾ കുത്തുകയാണ്. കുത്തുന്ന സാധാ പോലെ തന്നെ കുത്തിപ്പോയാൽ മതി. അതിന് ഓപ്പോസിറ്റായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കുത്തുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. 2 ഇങ്ങോട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ 2 നേരെ ഓപ്പോസിറ്റ് കുത്തുക.
നമ്മൾ 30 റോസ് കുത്തിക്കഴിഞ്ഞ് ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഒരു വരി വെച്ച് കവർ ചെയ്യണം. ഒരു വരി കുത്തുകയാണ് നമ്മൾ സാധാ ഒരു സൈഡിലോട്ട് മാത്രമാക്കിയിട്ട് ഇതേപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഉള്ളിലോട്ട് ഇതിൻ്റെ ബൾജിലായിട്ടുള്ള ഭാഗം വരുന്ന പോലെ ഒരു വരി കുത്തിയെടുക്കുക. ലാസ്റ്റ് 31ാമത്തെ വരിയാണ് നമ്മൾ കുത്തുന്നത്. ആ വരി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഒരു വരി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അടച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ ഇനി നമുക്ക് ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ തലതിരിച്ചൊന്ന് കുത്താം. തലതിരിച്ച് ഓക്കെ, അങ്ങനെ പിടിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കുത്താം. ഉണ്ടാവും, മനസ്സിലാവുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഇതേപോലെ തന്നെ കുത്താവുന്ന, ഇതേപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഒരു വരി കുത്തിയെടുക്കാം. എല്ലാത്തിനും 30 പീസാണ് നമ്മൾ 20 പീസാണ് അതിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് 32 32ാമത്തെ വരിയാണ്. ഗൈസ് നമ്മൾ കുത്തി കഴിയാനായി, ജോയിൻ ചെയ്ത് കഴിയാനായി. അപ്പോൾ ഇതിന് ശേഷം ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഫ്ലവർ പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നെ എടുത്ത് തിരിച്ചൊക്കെ ഷേപ്പ് ചെയ്തൊക്കെ വൃത്തിയാക്കി കൊടുക്കാം. ഓക്കെ, ഫ്ലവർ വൈസ് വർക്ക് നമ്മുടെ ഏകദേശം ഫ്ലവർ വൈസ് കഴിഞ്ഞു. ഇനി നമുക്കിതിന് ക്വാഡിങ് ഫ്ലവറും അതിൻ്റെ മുകളിൽ വെക്കുന്ന പൂമ്പൊടി പോലുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഫ്ലവർ വൈസ് ഏകദേശം ഇതേപോലെ ഉണ്ടാവും. ആ ഒരു ഷേപ്പൊക്കെ നോക്കുന്ന നമ്മളങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു സർക്കിൾ, ഓക്കെ സർക്കിൾ അല്ല, ഇതിങ്ങനെ റൗണ്ടായിട്ട് സ്പ്രിങ് പോലെ അങ്ങനെ മുകളിലോട്ട് പോകുന്ന പോലെ നമുക്കിത് കിട്ടും. ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ അതിൻ്റെ പൂമ്പൊടി പോലത്തെ നമ്മൾ മുകളിൽ വെച്ച് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്, അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ 3 സ്റ്റിക്ക് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ വന്നിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റിക്കിൽ 25 പീസാണുള്ളത്. അതിന് ശേഷം അതിന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതായത് ഇതിൻ്റെ ഒരു ഹോൾ, അതായത് ഈ സൈഡിലുള്ള തുളയിലോട്ട് ഇത് കയറ്റി ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാം. ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ക്രീനിൽ കാണുന്ന പോലെ ഒരെണ്ണം അങ്ങോട്ട് വിട്ടിട്ട് മറ്റുള്ളത് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇത് ജോയിൻ ചെയ്യുന്നത് എത്ര വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 20 വരിയാണ് കുത്തുന്നത്. 25 പീസുള്ള ഒരു സ്റ്റിക്കിൽ നമ്മൾ 20 എണ്ണം കുത്തുന്നുണ്ട്. ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ 20 എണ്ണം കുത്തിയെടുക്കാം. നിങ്ങൾക്ക് വേണേൽ എണ്ണം കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാണാൻ കുറച്ചുകൂടി ഭംഗിയൊക്കെ ഉണ്ടാവും. ഗൈസ് 20 എണ്ണം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2-3 കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് അത്ര സൈസ് തോന്നിയില്ല, നിങ്ങൾ ഇഷ്ടമുള്ള അത്ര നമ്പർ ജോയിൻ ചെയ്യാമെന്നാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക. ഓക്കെ, ഒരെണ്ണത്തിൽ 2 കൂടി ഇല്ലാതെ നമ്മൾ കഴിഞ്ഞ് ഒരെണ്ണം വെച്ച് നമ്മളിതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്ത് ഗ്ലൂ ചെയ്തെടുക്കുക. ഇനി നമുക്ക് 20 എണ്ണമുള്ള റോല് നമുക്ക് സെറ്റ് ചെയ്യാം. 20 എണ്ണമുള്ള ചെറിയൊരെണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അതിലും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതിലും നമ്മൾ 20 എണ്ണമാണ് വെക്കുന്നത് തലപ്പിൽ. കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് തലപ്പിലുള്ള 2 എണ്ണം സെറ്റ് ചെയ്തു കഴിയുമ്പോൾ ഇതേപോലെ ഉണ്ടാകും. ഇതിൽ സെറ്റ് ചെയ്യാനുള്ള കോഡിങ് ഫ്ലോർ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസുമായി ഇനിയും കാണാവുന്ന ദിശയിൽ. ബൈ ബൈ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.